നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. അമേരിക്കയുടെ സൈനിക വിന്യാസത്തെ പേടിയില്ല. ഞങ്ങളെ നിയന്ത്രിക്കാൻ ആർക്കും അവകാശമില്ല. യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള അവകാശം ആർക്കു മുന്നിലും അടിയറവ് വയ്ക്കില്ല. അമേരിക്കയുമായി ആണവ കരാർ ചർച്ചകൾ നടക്കുമ്പോൾ നിലപാട് വ്യക്തമാക്കുകയാണ് ഇറാൻ. ടെഹ്റാൻ ആണവ സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കുകയോ അമേരിക്കയുടെ സൈനിക സമ്മർദ്ദത്തിന് വഴങ്ങുകയോ ചെയ്യില്ലെന്ന് അവർ വ്യക്തമാക്കി. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയാണ് ഇക്കാര്യത്തിൽ പ്രസ്താവന നടത്തിയത്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ അർമാഡ എത്തിയതിനെയും അദ്ദേഹം തള്ളിക്കളഞ്ഞു. മേഖലയിലെ അവരുടെ സൈനിക വിന്യാസം ഞങ്ങളെ ഭയപ്പെടുത്തുന്നേയില്ല. അമേരിക്കയെ തങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നില്ലെന്ന് അരാഗ്ചി വ്യക്തമാക്കുന്നു. ആണവ കരാറിൽ അമേരിക്കയുടെ നീക്കം ആത്മാർത്ഥവും പ്രതിജ്ഞാബദ്ധവുമാണോ എന്നതിൽ അദ്ദേഹം സംശയവും രേഖപ്പെടുത്തി. ഇറാൻ ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്നും പിന്മാറുമോ എന്ന ചോദ്യം അരാഗ്ചി പുച്ഛിച്ചു തള്ളി. ഇത് ഇറാന്റെ പരമാധികാര കാര്യമാണെന്ന് മന്ത്രി പറഞ്ഞു. ഞങ്ങൾ എന്തിനാണ് സമ്പുഷ്ടീകരണത്തിന് ഇത്ര നിർബന്ധം പിടിക്കുന്നത്? ഒരു യുദ്ധം ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചാലും അത് ഉപേക്ഷിക്കാത്തത് എന്തുകൊണ്ടാണ്? കാരണം ഞങ്ങളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കാൻ ആർക്കും അവകാശമില്ല, അരാഗ്ചി വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇറാനും അമേരിക്കയും തമ്മിൽ ആണവ വിഷയത്തിൽ ഒമാനിൽ വെച്ച് ചർച്ചകൾ ആരംഭിച്ചത്. US ആക്രമിച്ചാൽ മിഡിൽ ഈസ്റ്റിലെ അവരുടെ സൈനിക കേന്ദ്രങ്ങളിൽ പ്രത്യാക്രമണം നടത്തുമെന്നും ഇറാൻ പറഞ്ഞു. വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയാണ് ഇക്കാര്യം പത്രങ്ങളോട് പറഞ്ഞത്. ഇറാന്റെ മിസൈൽ പദ്ധതികളിൽ ഒരു തരത്തിലുമുള്ള പിന്മാറ്റം ഉണ്ടാകില്ലെന്ന് സൂചനയും അരാഗ്ചി നൽകിയിട്ടുണ്ട്. അനൌദ്യോഗിക ചർച്ചകളാണ് മസ്കറ്റിൽ നടന്നത്. അമേരിക്കയുമായി കൈകൊടുക്കാൻ ഇതിലൂടെ കഴിഞ്ഞു. നല്ല തുടക്കമാണിത്. എന്നാൽ പരസ്പര വിശ്വാസം സൃഷ്ടിക്കാൻ ഇനിയുമേറെ മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം പറയുന്നു. ഇതേസമയം ചർച്ചകൾ നടക്കുന്നതിനിടെ തന്നെ ഇറാനുമായി വ്യാപാര ബന്ധങ്ങളുള്ള രാജ്യങ്ങൾക്കുമേൽ തീരുവ ഏർപ്പെടുത്തിയുള്ള ഉത്തരവിൽ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ചിരുന്നു. ഇറാനു വേണ്ടി എണ്ണ കയറ്റുമതി നടത്തുന്ന കപ്പലുകൾക്ക് പുതിയ ഉപരോധം US പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇറാൻ വിഷയം ചർച്ച ചെയ്യാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു US-ലേക്ക് യാത്ര തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നു. ബുധനാഴ്ച രാവിലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇക്കാര്യം ചർച്ച ചെയ്യും. ഇറാനുമായുള്ള ചർച്ചകളിൽ ബാലിസ്റ്റിക് മിസൈലുകളുടെ നിയന്ത്രണം ഉറപ്പാക്കണമെന്നും ഇറാൻ അച്ചുതണ്ടിന് ലഭിക്കുന്ന പിന്തുണ അവസാനിപ്പിക്കണമെന്നും നെതന്യാഹു ആവശ്യപ്പെടുമെന്നാണ് റിപ്പോർട്ട്. US ഇറാൻ ആദ്യഘട്ട ചർച്ച ഒമാനിൽ പൂർത്തിയായതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ സന്ദർശനം. ചൊവ്വാഴ്ചയായിരിക്കും അദ്ദേഹം യാത്ര തിരിക്കുന്നത്. തുടർന്ന് ബുധനാഴ്ച ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി വ്യാഴാഴ്ച മടങ്ങുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വരും ദിവസങ്ങളിൽ ഇറാനുമായി US രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾ നടത്താനിരിക്കുമ്പോഴാണ് ഇസ്രയേലിന്റെ ഈ നീക്കം. അമേരിക്ക ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധത്തിൽ നിന്നും പുറത്തുവരുന്നതിനാണ് ഇറാൻ ആണവ നിർവ്യാപന ചർച്ചയ്ക്ക് തയ്യാറായത്. എന്നാൽ ചർച്ചയ്ക്ക് അമേരിക്ക തയ്യാറായിരുന്നോ എന്നതിൽ സംശയമുണ്ടെന്നാണ് അബ്ബാസ് അരാഗ്ചി കഴിഞ്ഞ ദിവസം അറിയിച്ചത്. അവർ ഞങ്ങളുടെ ആറ്റം ബോംബിനെ കുറിച്ച് ഭയക്കുന്നു, എന്നാൽ ഞങ്ങൾ അത്തരമൊന്നും നോക്കുന്നേയില്ല. ലോകശക്തിയോട് ഇല്ല എന്ന് പറയുന്നതിനുള്ള ശക്തിയാണ് ഞങ്ങളുടെ ആറ്റം ബോംബ് എന്നാണ് അരാഗ്ചി പറയുന്നത്. ഇതിനൊപ്പം ചർച്ചയാകുന്നത് മറ്റൊരു കാര്യമാണ്. 37 വർഷത്തിനിടയിൽ ആദ്യമായി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി എയർഫോഴ്സ് കമാൻഡർമാരുമായുള്ള വാർഷിക യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു എന്നതാണ്. 1989 അദ്ദേഹം ചുമതലയേറ്റതു മുതൽ എല്ലാ വർഷവും മുടങ്ങാതെ നടത്തിയിരുന്ന ഒരു ചടങ്ങായിരുന്നു കമാൻഡർമാരുടെ വാർഷിക യോഗം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുകയും US ആക്രമണത്തിന് തയ്യാറെടുത്തു നിൽക്കുകയും ചെയ്യുന്ന ഈ നിർണായക ഘട്ടത്തിലാണ് ഖമനേയിയുടെ അസാന്നിധ്യം ചർച്ചയാകുന്നത്. രാജ്യത്തോടുള്ള കൂറ് പ്രകടിപ്പിക്കുന്ന ഒരു പ്രതീകാത്മക ചടങ്ങാണ് വാർഷിക സമ്മേളനം. ഏതാണ്ട് 4 പതിറ്റാണ്ടുകളായി ഇറാനിയൻ സൈനിക കലണ്ടറിലെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു ഇത്. ഈ വർഷം ഖമേനി ഇതിൽ പങ്കെടുത്തില്ല. പകരം സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് അബ്ദുൾ റഹീം മൗസാവി അദ്ദേഹത്തിന് വേണ്ടി വ്യോമസേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ കണ്ടു. ഇതിനിടെ അമേരിക്ക ഇറാനുമേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നത് തുടരുക തന്നെയാണ്. ഇറാൻ അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കെ അറബിക്കടലിൽ യുദ്ധസജ്ജമായി നിൽക്കുന്ന US വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണിൽ ഉന്നത അമേരിക്കൻ ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി. എന്നാൽ US ആക്രമണം നടത്തിയാൽ അതൊരു വിശാലമായ പ്രാദേശിക സംഘർഷത്തിന് കാരണമാകുമെന്നും അത്തരം നീക്കം മുഴുവൻ മേഖലയിലേക്കും വ്യാപിക്കുമെന്നും ഖമേനി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. US-ഉമായി നടത്തുന്ന ആണവ നിർവ്യാപന ചർച്ചയുടെ ഭാഗമായി യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ ഉപേക്ഷിക്കില്ലെന്ന് ഇതിനിടെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഞായറാഴ്ച വ്യക്തമാക്കുകയുമുണ്ടായി. US-ന്റെ ഭീഷണിയിൽ ഇറാൻ ഭയക്കില്ലെന്നും ടെഹ്റാനിൽ നടന്ന പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. US-ൽ ഇറാന് അല്പം പോലും വിശ്വാസമില്ലായിരുന്നുവെന്നും അവർ ചർച്ച പുനരാരംഭിച്ചത് ഗൗരവത്തോടെ ആണോ എന്ന സംശയം പോലും ഉണ്ടെന്നും അരാഗ്ചി പറയുന്നു. വെള്ളിയാഴ്ച ഒമാനിലാണ് US ഇറാൻ ചർച്ച വർഷങ്ങൾക്കു ശേഷം വീണ്ടും തുടങ്ങിയത്. ഈ മേഖലയിലെ അവരുടെ സേനാവിന്യാസം നമ്മെ ഭയപ്പെടുത്തുന്നില്ല. നാം അണുബോംബിനായി ശ്രമിക്കുന്നില്ല എങ്കിലും
അവർ നമ്മുടെ അണുബോംബിനെ ഭയക്കുന്നു. വൻ ശക്തികളോട് ഇല്ല എന്ന് പറയാനുള്ള നമ്മുടെ കരുത്താണ് നമ്മുടെ അണുബോംബ് എന്നാണ് അരാഗ്ചി പറയുന്നത്. ആണവായുധങ്ങളുടെ വ്യാപനം തടയുന്നതിനും നിലവിലുള്ളവ കുറയ്ക്കുന്നതിനും ആത്യന്തികമായി നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുമുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളാണ് ആണവ നിർവ്യാപന ചർച്ചകളുടെ കാതൽ. 1970 പ്രാബല്യത്തിൽ വന്ന ആണവായുധ നിർവ്യാപന ഉടമ്പടിയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കരാർ. എങ്കിലും ആണവായുധ രാജ്യങ്ങൾ ആയുധങ്ങൾ ആധുനികവൽക്കരിക്കുന്നതും ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും നിലവിലെ ചർച്ചകളിലെ വലിയ വെല്ലുവിളികളാണ്. 191 രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ഈ കരാർ ആണവായുധങ്ങളുടെ വ്യാപനം തടയുക, സമാധാനപരമായ ആണവോർജ്ജ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, നിരായുധീകരണം ലക്ഷ്യമിടുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങളായി പറയുന്നത്. ഇന്ത്യ, പാകിസ്ഥാൻ, ഇസ്രയേൽ തുടങ്ങിയ രാജ്യങ്ങൾ NPTയിൽ ഒപ്പുവെച്ചിട്ടില്ല. നിലവിൽ 5 പ്രധാന ആണവശക്തികളുടെ കൈവശം വലിയ തോതിൽ ആണവായുധങ്ങൾ നിലനിൽക്കുന്നുമുണ്ട്. 2017 ആണവായുധ നിരോധന ഉടമ്പടി, 2026 അവലോകന സമ്മേളനങ്ങൾ എന്നിവ വഴി സമ്പൂർണ്ണ നിരായുധീകരണത്തിനായുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അമേരിക്കയുമായുള്ള ചർച്ചയിൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് മേലുള്ള തർക്കം ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചാ വിഷയമാണ്. കൂടുതൽ വാർത്തകൾക്ക് മലയാളി വാർത്ത പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യൂ. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.